ഒന്നാന്തരം ഒരു പ്രണയച്ചതിയാണ് അഫാൻ ഫർസാനയോട് കാട്ടിയത്. ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന CCTV ദൃശ്യങ്ങൾ അത് കൃത്യമായി തെളിയിക്കുന്നുണ്ട്. അതിനോടൊപ്പം പുറത്തുവന്ന ഫർസാനയുടെ ഓഡിയോയും എത്ര പ്ലാൻ ചെയ്താണ് ആ കുട്ടിയെ ഇല്ലായ്മ ചെയ്യാൻ അഫാൻ വിളിച്ചുകൊണ്ട് പോകുന്നതെന്ന് ബോധ്യപ്പെടുകയാണ്. ആൾപ്പാർപ്പില്ലാത്ത വഴിവക്കിലൂടെ നടന്നു പോകുമ്പോൾ CCTVയിൽ പതിഞ്ഞൊരു ദൃശ്യമാണ്. അതിൽ ഒരു ഓഡിയോ കേൾക്കുന്നുണ്ട്. ഫോണിൽ അഫാനോട് സംസാരിക്കുന്നതാണ്. വർക്ക്ഷോപ്പിന് തൊട്ടടുത്തുള്ള വഴിയിൽ ഞാൻ നടന്നു പോവുകയാണെന്ന്. പിന്നീട് 2 വീലർ വരുന്നു, കയറിപ്പോകുന്നു. മണിക്കൂറുകൾക്ക് ശേഷം ചേതനയേറ്റ ഫർസാനയാണ് പിന്നെ നാട് കണ്ടത്. അടിമുടി ബ്രൂട്ടലായ അല്ലെങ്കിൽ കൊടും ക്രൂരനായ ഒരു ചെറുപ്പക്കാരൻ. ഇത്രയും ദിവസം പ്രണയിച്ചിട്ട് പോലും ഒപ്പം താമസിക്കാൻ പോകുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ പരുക്കൻ സ്വഭാവങ്ങൾ കണ്ടിട്ട് ജീവിക്കാനാണ് പോകുന്നത്, ഈ സ്വഭാവം ജീവിതത്തിലുടനീളം എടുത്താൽ എന്ത് ചെയ്യുമെന്ന് പോലും ചിന്തിക്കാൻ പ്രാപ്തിയില്ലാതെ പോകുന്നതാണ് നമ്മുടെ കൗമാരക്കാരുടെയും യുവത്വത്തിൻ്റെയും വലിയ പോരായ്മയെന്ന് പറയേണ്ടി വരികയാണ്. പ്രണയം വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കും വിലക്കിടുമ്പോൾ, അതിനോട് കലഹിക്കുമ്പോൾ അവിടെ തിരിച്ചറിയാൻ കഴിയുന്നില്ല ജീവിതത്തിലുടനീളം ഇത് സംഭവിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം. അവിടെ ചിന്തയുണ്ടാകുന്നില്ല ജീവിതത്തിലുടനീളം ഇത് സംഭവിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം. അവിടെയാണ് ഇങ്ങനെയും ഒരു പ്രണയച്ചതി അരങ്ങേറിയത്. പ്രണയിച്ചു എന്നതിൻ്റെ പേരിൽ അമിതമായ വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ ഏതവസ്ഥയിലായിക്കോട്ടെ ആ അവസ്ഥയിലും ഒപ്പം പോകാൻ ഒരു ധൈര്യക്കുറവും ഉണ്ടാകാതിരിക്കുക. ഒടുവിൽ എന്ത് സംഭവിക്കുന്നു? സ്വന്തം ജീവൻ വില കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥ. നമ്മുടെ നാട്ടിലെ മറ്റൊരു കുട്ടിക്കും അത് പ്രണയത്തിൻ്റെ പേരിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. പ്രണയിച്ചു എന്നതാണ് ചെയ്ത ഏക തെറ്റ്. അതിന് ഇന്നിപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടു പോയിരിക്കുകയാണ്. ഒപ്പം പെറ്റ വയറിനും കൂടെ പിറന്നവനും ഇന്നലകളിൽ ആഹാരം കൊടുത്തവർക്കെല്ലാം ഈ രീതിയിലുള്ള ശിക്ഷ വിധിക്കുമ്പോൾ എന്ത് തരം മാനസികാവസ്ഥയാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അതും 23കാരൻ. രാസലഹരികൾ എങ്ങനെയാണ് മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്നതെന്നും ചിന്താഗതിയെ മൃഗീയമാക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് അഫാൻ എന്ന് ഈ ദൃശ്യം കൂടി തെളിയിക്കുകയാണ്.